ഏവർക്കും നമസ്കാരം. നമ്മുടെ കേരള കരിമീനില്ല, സിലോപ്പി മീനാണിത്. അപ്പോൾ ഈ സിലോപ്പി മീൻ വെച്ചിട്ട് ഒരു കിഡിലൻ ഐറ്റം അമ്മ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു റെസിപ്പിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അമ്മ തന്നെയാണ്, അമ്മയുടെ പ്രിപ്പറേഷനാണ്. ഞാൻ ജസ്റ്റ് പറയുന്നുള്ളൂ, കാരണം അമ്മയ്ക്ക് പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് മീൻകറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് സുഖമില്ലെങ്കിലും അമ്മയ്ക്ക് ഇപ്പോൾ ജസ്റ്റ് കറിയൊക്കെ അമ്മ വെക്കും, കാര്യങ്ങളൊക്കെ ജസ്റ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും. കാരണം ഞങ്ങൾ ഇത്രയും പേരല്ലേ ഉള്ളൂ. എനിക്കിപ്പോൾ അടുത്ത മാസം മുതൽ ഇനിയിപ്പോൾ ജോലിക്ക് പോകണം. അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് എന്തായാലും കുറഞ്ഞേ പറ്റത്തുള്ളൂ എന്നുള്ള മനസ്സിൽ തന്നെ അമ്മയെ അങ്ങ് വിശ്വസിപ്പിച്ചിരിക്കുകയാണ് കുറയണമെന്ന്. അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് കേരള കരിമീൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് കൊണ്ടുവന്നതാണ്. അപ്പോൾ അമ്മ പറഞ്ഞു നമുക്കൊരു കറി വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാരണം നമ്മൾ വെട്ടി കഴുകി വൃത്തിയാക്കി ഇത് മുറിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ചേ ഉള്ളൂ, ഇത് 2 മീനേ ഉള്ളൂ കേട്ടോ. 4 മീനാണ് മൊത്തം വാങ്ങിച്ചാൽ 2 നമ്മൾ വറക്കാനായിട്ട് എടുത്തു. അത് നമ്മൾ അതിൻ്റെ തലയുടെ പോർഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടി എടുത്തിട്ടാണ് വറക്കാനായിട്ട് ഇങ്ങനെ ഉപ്പും മുളകും മഞ്ഞപ്പൊടിയും ഒക്കെ പുരട്ടി ഇങ്ങനെ റെഡിയാക്കി കുരുമുളക് പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്പം നാരങ്ങാനീരും കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്. അങ്ങനെ ഇതിവിടെ വെച്ചിട്ടുണ്ട്. ബാക്കി 2 എടുത്തിട്ട് ഞങ്ങളിപ്പോൾ 3 പേരുള്ളതുകൊണ്ട് നമുക്ക് 2 മീൻ എടുത്താലും കറി വെച്ചാലും നമുക്കത് അത്യാവശ്യമുണ്ട്. അപ്പോൾ ഈ കറി എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ കറിയാണ് കേട്ടോ, ഒരു നാടൻ കറി എന്നൊക്കെ പറയാം. നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കണ നാടൻ കറികളൊക്കെയാണല്ലോ കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു നാടൻ കറിയാണ്, പക്ഷേ ഇതൊരു വെറൈറ്റി കറിയാണ് കേട്ടോ. അതിനുവേണ്ടി നമ്മൾ 2 തേങ്ങാമുറി എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു തേങ്ങയാണ് ഒറ്റ. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 3 മാങ്ങയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു മാങ്ങ ഇട്ട നമ്മുടെ സാധാരണ കറിയുണ്ട്, ആ കറിയിൽ നിന്ന് ഇച്ചിരി വ്യത്യസ്തമായിട്ടുള്ള ഒരു അടിപൊളി വെറൈറ്റി കറിയാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൻ്റെ ടേസ്റ്റ്, ആ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗംഭീര ടേസ്റ്റുള്ള കറിയാണ്. പലപ്പോഴും നമ്മൾ കേരള കരിമീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആളുകൾ ഫ്രൈ ചെയ്യുക മാത്രമേ ചെയ്യാറുള്ളൂ. പിന്നെ ചിലരാണെങ്കിൽ തേങ്ങാപ്പാലിൻ്റെ അകത്ത് ഇത് മപ്പാസ് വെച്ചും കാണാറുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മുടെ ഈ മാങ്ങായും തേങ്ങായും മീനും കൂടെ ചേർന്നിട്ടുള്ള ഈ ഒരു അടിപൊളി ഐറ്റം. അപ്പോൾ ഈ ഒരു റെസിപ്പി നമുക്ക് ഇന്ന് കാണാം. അപ്പോൾ അമ്മയുടെ ഈ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം. ഒപ്പം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ കാണാം. കറിക്ക് വേണ്ടിയിട്ട് മാങ്ങ നമ്മൾ കീറി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെയല്ല, ഒന്നും കൂടെ അരിയും കൂടെ ചെയ്യണം. അപ്പോൾ മാങ്ങ നമ്മൾ 3 മാങ്ങ എടുത്തെങ്കിലും ഒരു മാങ്ങയുടെ ഇത്രയും ബാക്കി വെച്ചിട്ട് ഇത് എടുത്തിട്ടില്ല. നമുക്കൊരു ചമ്മന്തി വല്ലതും അരയ്ക്കാനായിട്ട് എടുക്കാം. ഇത് തേങ്ങ മാങ്ങ കൂടെ ഇട്ട് നമുക്ക് ചമ്മന്തി വയ്ക്കാം. അപ്പോൾ അതിനൊരു കാര്യമുണ്ട് പറയാം. അതോടൊപ്പം തന്നെ നമ്മൾ 1.5 മുറി 2 മുറി തേങ്ങയല്ല നമ്മൾ എടുത്തത്. അതിൻ്റെ അത് 1 മുറിയും പിന്നെ ഇതിൻ്റെ ഇത്രയും നമ്മൾ ചിരണ്ടിയുള്ളൂ. അപ്പോൾ ഇതും കൂടെ കൂട്ടി വേണമെങ്കിൽ നമുക്ക് നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ കറിക്ക്. അപ്പോൾ ഇത് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. പിന്നെ നമ്മൾ തേങ്ങ ഇത്രയും ചിരണ്ടി വെച്ചിട്ടുണ്ട്. പച്ചമുളക്, കറിവേപ്പില എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വഴിയെ കാണാം. ഇപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? അതെ, ഈ 2 ചുമന്നുള്ളി ഇല്ലേ, ഈ ചുമന്നുള്ളി 2 കൂടെ നമ്മൾ അരിഞ്ഞ് ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. നമ്മൾ അരച്ചു കിട്ടോ തേങ്ങയും അതോടൊപ്പം തന്നെ 2 കൊച്ചുള്ളിയും കൂടി ഇട്ടിട്ടാണ് നമ്മൾ അരച്ചത്. വേറെ ഒന്നും ഇതിനകത്ത് ചേർത്തിട്ടില്ല, മഞ്ഞപ്പൊടിയോ ഉപ്പോ മുളകോ ഒന്നും ചേർത്തിട്ടില്ല. വെറുതെ പ്ലെയിൻ ആയിട്ട് ഉള്ളിയും തേങ്ങയും കൂടെ നന്നായിട്ട് നമ്മൾ പേസ്റ്റ് പോലെ മിക്സിക്കകത്ത് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ സമയത്ത് നമ്മുടെ മാങ്ങ നമ്മളിത് ഈ രീതിയിലാണ് കേട്ടോ നമ്മൾ അരിഞ്ഞേക്കുന്നത്. കണ്ടില്ലേ, നമ്മൾ സാധാരണ കൊഴുവയ്ക്കകത്തൊക്കെ മാങ്ങ എടുത്തില്ല, അതേ ഒരു പരുവത്തിൽ നമ്മൾ മാങ്ങായും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒപ്പം നമ്മൾ പച്ചമുളക് ഒരു 4 പച്ചമുളക് ഉണ്ട്, അതിങ്ങനെ കീറി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഈ ഒരു മീൻകറി ഉണ്ടാക്കാനായിട്ട് ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് അറിയുന്നത്, നമ്മളുടെ ചട്ടിക്കകത്ത് നമ്മുടെ മീൻ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ കുറച്ച് ഉപ്പിടാൻ പോവാണ് കേട്ടോ. ഒരു ടീസ്പൂൺ ഉപ്പ് നമ്മൾ ചേർത്തു. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 3/4 ടീസ്പൂൺ, 1 ടീസ്പൂൺ നിറച്ചില്ല കേട്ടോ, കുറച്ച് കുറവാണ്. അത്രയും മല്ലിപ്പൊടി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. 2 സ്പൂൺ ആണോ? 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചേർത്തു. ഇത്രയും പൊടിവർഗ്ഗങ്ങൾ ചേർത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിക്കുവാണ് കേട്ടോ. ഒരു 2 കപ്പ് വെള്ളം, അത്യാവശ്യം പാകത്തിന് വെള്ളവും കൂടെ നമ്മൾ ഒഴിച്ചിട്ട് ഈ പൊടികളെല്ലാം കൂടി ഇട്ടതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചത് കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു നമ്മൾ. അപ്പോൾ ഇത് അമ്മയുടെ ഒരു സ്പെഷ്യൽ കറിയാണ്, പക്ഷെ ഒരു എളുപ്പ കൂട്ടാനും കൂടിയാണ്. എളുപ്പമല്ല മീൻകറി ഉണ്ടാക്കാനായിട്ട്, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു മീൻകറിയാണ്. അപ്പോൾ ഗ്യാസ് കത്തിച്ച് നമ്മളുടെ മീൻ ഇതിൻ്റെ അകത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ മീൻ ഇവിടെ ഇരുന്നിട്ട് ഒരു തിള വന്ന് കഴിയുമ്പോഴാണ് നമ്മൾ ബാക്കി പരിപാടികൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു തിള വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ഒരു കാര്യമുണ്ട്, ഈ ഒരു കറിക്കകത്ത് നമ്മൾ വെളുത്തുള്ളിയോ ഇഞ്ചിയോ അങ്ങനെയുള്ള ഒരു കാര്യവും നമ്മൾ ചേർക്കത്തില്ല. ഈ ഒരു മീൻകറിക്കകത്ത് നമ്മൾ 2 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത്. പക്ഷെ അതിൻ്റെ കൂടെ ഒരു 1/2 സ്പൂൺ സാധാ മുളക് പൊടിയില്ല, അതും കൂടെ ചേർത്തിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ എടുത്ത സമയത്ത് എടുക്കാനായിട്ട് പറ്റിയില്ലായിരുന്നു, അതുകൊണ്ടാണ് പറഞ്ഞത്. ആ ഒരു 1/2 സ്പൂൺ നോർമൽ നമ്മുടെ സാധാ എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഒരു കാര്യം ചെയ്യട്ടെ, നമ്മുടെ മീൻ നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ശരിക്കും വേവണ്ട, ഒരു തിള വന്നു കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. മീൻ നമ്മൾ അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു മീനിലേക്ക് അടുത്തായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മുടെ മാങ്ങയാണ് കേട്ടോ. അപ്പം മാങ്ങ അരിഞ്ഞ് നമ്മൾ ഇങ്ങനെ അതിലേക്ക് അങ്ങ് കുടഞ്ഞിട്ടിട്ടുണ്ട്. ജസ്റ്റ് തവിയും കൊണ്ട് നിന്നിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നിരത്തി കൊടുക്കാം. ഇനി അതിന്റെ മുകളിലേക്ക് നമ്മൾ കീറി വെച്ചേക്കുന്ന ഈ ഒരു പച്ചമുളക് ഉണ്ടല്ലോ, ഈ പച്ചമുളകും കൂടെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ജസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഒപ്പം ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ നമുക്കിനി ഇതിന്റെ മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പൊ കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ ഇത് വീണ്ടും ജസ്റ്റ് എല്ലാം ആ വെള്ളത്തിലേക്ക് പയ്യെ തവിയും കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അനക്കി ഒന്ന് താത്തി വെച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ അടച്ചു വെച്ച് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ പോവാം. മാങ്ങയും മീനും നമ്മുടെ പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ കൂടി ഇട്ടിട്ട് അത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, ഇതിനകത്ത് നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല, അതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്ന ഈ ഒരു കറിയിലേക്ക് നമ്മൾ ഇനിയാണ് നമ്മളുടെ തേങ്ങ അരച്ച അരപ്പ്, തേങ്ങയും കൊച്ചുള്ളിയും കൂടെ അരച്ച അരപ്പ് നമ്മൾ ചേർക്കാൻ പോവുകയാണ്. മീനും മാങ്ങായും ഒക്കെ വെന്ത ഒരു സമയത്താണ് നമ്മൾ തേങ്ങാരപ്പ് ചേർത്തത്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നമ്മുടെ ജാറൊക്കെ കഴുകി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട്. കാരണം ആ നമ്മുടെ കറിയുടെ ചാറ് എത്രമാത്രം വേണം അതിനനുസരിച്ച് നമ്മൾ തേങ്ങയുടെ കൂടെ നമ്മൾ ജസ്റ്റ് വെള്ളവും കൂടെ ചേർത്ത് നമ്മൾ ഇനി നന്നായിട്ട് നമ്മുടെ ഈ മീൻ നമുക്കൊന്ന് മിക്സ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഈ തേങ്ങ അരപ്പ് കൂടി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ ചേർക്കുന്ന വെള്ളമൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തിളപ്പിച്ചാറിച്ച വെള്ളമാണ് കേട്ടോ ചേർക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇനി ഈ അരപ്പും കൂടി ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വേറെ കുറച്ച് പരിപാടിയും കൂടി ഇതിൻ്റെ അകത്ത് നമുക്കുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മുടെ കറിക്കകത്ത് ഉപ്പൊക്കെ നമ്മളൊന്ന് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്തായാലും നമ്മളിട്ട് ഉപ്പ് കറക്റ്റ് ആയിരുന്നു, നമുക്ക് എക്സ്ട്രാ ഉപ്പൊന്നും ആഡ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല. അപ്പം നമ്മുടെ കറി ഏതാണ്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. കറി നന്നായിട്ട് തിളച്ചു കേട്ടോ. ഇതൊരു സിമ്പിൾ കറിയാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ഇനി ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ തിളച്ച കറി നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ടാണ് നമ്മുടെ ബാക്കി പരിപാടികളൊക്കെ. ആ മീൻകറി അങ്ങ് മാറ്റിയതിന് ശേഷം നമ്മളൊരു ചീനിച്ചട്ടി അടുപ്പിലേക്ക് വെക്കുവാണ്. ഇനി ചീനിച്ചട്ടിക്കകത്ത് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ട് പൊട്ടിച്ചു, നമ്മൾ ചുവന്നുള്ളി ഇട്ടു, വറ്റൽമുളക് ഇട്ടു, ഒപ്പം കറിവേപ്പിലയും കൂടെ നമ്മളിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുവാണ്. ഇനി മറ്റൊന്നുമില്ല, നമ്മുടെ തിളപ്പിച്ച് വെച്ചാൽ കറിയിലേക്ക് നമ്മൾ നന്നായിട്ട് മൂപ്പിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു മിക്സ് അല്ലെങ്കിൽ നമ്മുടെ ഈ താളിക്കാനുള്ള സാധനങ്ങളെല്ലാം കൂടെ നമ്മുടെ കറിക്കകത്തേക്ക് ഒഴിച്ചു. അങ്ങനെ നമ്മുടെ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്, എത്ര എളുപ്പം നമുക്ക് ഉണ്ടാക്കാം. മീൻകറി ഉണ്ടാക്കാൻ അറിയില്ലെന്ന് ആരും പറയരുത്. ഈ ഒരു മീൻകറി എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റുള്ളൊരു കറിയാണ്. കാരണം നമ്മുടെ കേരള കരിമീൻ അല്ലെങ്കിൽ സിലോപ്പി ഉപയോഗിച്ചുകൊണ്ട് ഈസിയാണ്, വെറൈറ്റിയാണ്, സൂപ്പർ ടേസ്റ്റാണ്. ചോറിന് അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. കാരണം നമ്മുടെ ഒരു നാടൻ കറിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും, ഒപ്പം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നും കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ കടുകൊക്കെ പൊട്ടിച്ചിട്ട് എല്ലാം കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് നല്ല ഒരു കറിയാണ് ഇത്, ഒരു നാടൻ കറിയാണ് ഇത്. ഒട്ടും വിഷമമില്ല കേട്ടോ ഈ കറി ഉണ്ടാക്കാനായിട്ട്, വളരെ ടേസ്റ്റാണ്. ചോറിന് പറ്റിയൊരു കേരള സ്റ്റൈല് ഒരു നാടൻ മീൻകറിയാണ് കേട്ടോ ഇത്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ചോറിന് നോക്കി നമ്മുടെ സിലോപ്പി കേരള കരിമീൻ വറുത്തത് കൊണ്ട് അതോടൊപ്പം തന്നെ ഒരു സ്പെഷ്യൽ നാടൻ ടൈപ്പ് കേരള കരിമീൻ്റെ കറിയുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടിയാണ് ഇന്ന് നമ്മളുടെ ഉച്ചയ്ക്കത്തെ ചോറിന്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സിമ്പിൾ കറി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. ഒപ്പം തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.